കുട്ടി നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? മിനി കട്ട്ലൈറ്റ്. മിനി കട്ട്ലൈറ്റ് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. ചിക്കൻ ആദ്യം കഴുകി എടുക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഒരു ബോളിലേക്ക്. പിന്നെ അതിക്ക് വെളുത്തുള്ളി തോലി കളഞ്ഞിട്ട് അവിടെ ചതച്ച് വെക്കണം. അപ്പൊ അതെങ്ങനെ വേവിക്കാൻ പോകുന്നത്? അത് ഈ ഇഡ്ഡലി ചെമ്പില് താഴെ വെള്ളം ഒഴിച്ചിട്ട് കിഴങ്ങ് രണ്ട് കിഴങ്ങ് വെക്കണം. മുകളില് ചിക്കൻ വെച്ചിട്ട് ഇതേപോലെ ഇറക്കി വെക്കാം അല്ലേ? റസ്ക് പൊടി പൊടിച്ചു വെക്കണം. അടുപ്പ് കത്തിച്ചിട്ട് നേരെ വെക്കാം. പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം. പിന്നെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മസാല ഇതിലേക്ക് ചേർക്കണ്ടേ? ഇത് എല്ലിൽ നിന്നും വേറെ എടുത്തുന്ന പരിപാടിയൊക്കെ ഇല്ലേ? ഇനി കിഴങ്ങ് ചതക്കണം. നല്ല കിഴങ്ങ് കേട്ടോ. ചാച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പറയൂ. ചിക്കൻ ഈ എല്ലും നിന്നെടുത്ത് കളയണം. എന്നിട്ട് കടലമാവ് കൊണ്ട് കുഴക്കണം. കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ ലേശം. എന്തെങ്കിലും മസാല കൂട്ടണേ നമുക്ക്? ചിക്കൻ മസാല ആയാലോ? അപ്പൊ ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്യുക. ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്, ഓവറായിട്ട് വേണ്ടതിനും ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്ലേ? കുഴച്ചെടുത്ത് ചെറിയ ബൗളൊക്കെ വലിയ ബൗളൊക്കെ വേണ്ട? ചെറുതാക്കിയത്. ഇതേപോലെ മിനി കട്ട്ലൈറ്റിന് ചെറിയ റൗണ്ട് ഷേപ്പ് പറ്റുള്ളൂ. നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഒന്ന് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ? അതെ. ഇനി അത് റസ്ക് പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട്. നമ്മൾ കോഴിമുട്ട ഉപയോഗിക്കുന്നില്ല. ഒന്നും ഉപയോഗിക്കുന്നില്ല. ചട്ടി പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ വെച്ചിട്ട് അത് ചൂടായതിനു ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കാം അല്ലേ? നമുക്ക് മൊരിഞ്ഞ് വരുന്നത് വരെ കാത്തിരിക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടെടുക്കണേ. ചെറിയ ഫ്രെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഒന്നും അറിയാതെ ഒന്ന് കൂട്ടിപ്പോയി, ഒരു കരിഞ്ഞ ലെവലിൽ അല്ലേ? ഇതാണ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത്. നല്ലൊരു പാകത്തിനൊക്കെ ഇട്ടുണ്ട്. ക്രഞ്ചി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഒരു ഇളം മധുരം പിടിക്കുമെന്ന് തോന്നുന്നുണ്ട്. റസ്ക് മധുരമുള്ള അടുത്ത് എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? നല്ല രസമുണ്ട്. ക്രഞ്ചിയാണ്. കൂടി പറയണം. അത് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?